നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വാട്ട് എ മാച്ച്. അൽ ഹിലാൽ ഇതാ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ കടന്നിരിക്കുന്നു. ആരെയാണ് വീഴ്ത്തിയിരിക്കുന്നത്? മാഞ്ചസ്റ്റർ സിറ്റിയെ. എന്തൊരു പോരാട്ടമായിരുന്നു. ഒടുവിൽ എക്സ്ട്രാ ടൈമിൽ 3-4 വിജയം. ആരാണ് അൽ ഹിലാലിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ പല പേരുകൾ പറയേണ്ടി വരും. ലജാമിയുടെ ഗോൾ ലൈൻ സേവ് മറക്കാൻ പറ്റുമോ? അതുപോലെ യാസിൻ ബോനോയുടെ എണ്ണം പറഞ്ഞ 10 സേവുകൾ, ഖാലിദു കൂലിബലിയുടെ ഒരു മോൺസ്റ്റർ ടൈപ്പ് പെർഫോമൻസ്, മാർക്കസ് ലിയനാർഡോയുടെ ഗോളുകൾ. മാൽക്കമിന് പരിക്ക് പറ്റി നേരത്തെ കയറി പോയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ 90 മിനിറ്റിൽ തന്നെ കളി കഴിഞ്ഞേനെ എന്ന തോന്നലാണ് ഉണ്ടായത്. കാരണം പെപ്പ് കളി കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, റീബൗണ്ടുകൾ, ബോൾ പിടിക്കുന്നതിൽ, കൗണ്ടർ അറ്റാക്കിലൊക്കെ അൽ ഹിലാൽ ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞു എന്ന്. യെസ്, അത് തന്നെയാണ് സംഭവിച്ചത്. സിറ്റിയോട് ഒരു തരത്തിലും കീഴടങ്ങാൻ ഭാവമില്ലാത്ത പ്രകടനമാണ് അവർ നടത്തിയത്. അതിൻ്റെ റിസൾട്ടാണ് ഈ 3-4 വിജയം. കളിയിൽ മാർക്കസ് ലിയനാർഡോ, ബ്രസീലിയൻ താരം, ഇരട്ട ഗോളുകളാണ് അൽ ഹിലാലിന് വേണ്ടി നേടിയത്. മാൽക്കം ഒരു ഗോൾ നേടി. കൂലിബലിയുടെ കിടിലൻ ഒരു ഹെഡർ ഗോൾ 94-ാമത്തെ മിനിറ്റിൽ വരികയും ചെയ്തിരുന്നു. മറുഭാഗത്ത് ബെർണാഡോ സിൽവയും ഏർലിംഗ് ഹാലൻഡും ഫിൽ ഫോഡനുമാണ് മാഞ്ചസ്റ്റർ സിറ്റിക്കായിട്ട് ഗോളുകൾ കണ്ടെത്തിയത്. മത്സരത്തിൽ ഏർലിംഗ് ഹാലൻഡ്, സാവിയോ ഡോക്കു എന്നിവർക്ക് ചേർന്നുകൊണ്ട് സിറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിക്കാനിറങ്ങിയപ്പോൾ മറുഭാഗത്ത് മാർക്കസ് ലിയനാർഡോ, കാനോ, മിലങ്കോവിച്ച് സേവിച്ച്, മാൽക്കം എന്നിവരൊക്കെ ചേർന്നുകൊണ്ടാണ് അൽ ഹിലാലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. തുടക്കത്തിൽ തന്നെ ബെർണാഡോ സിൽവയിലൂടെ മാഞ്ചസ്റ്റർ സിറ്റി ലീഡ് എടുത്തതാണ്. ഇടവേള സമയത്ത് അവർ 1-0 മുന്നിലായതുമാണ്. പക്ഷേ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ മാർക്കസ് ലിയനാർഡോയിലൂടെ തിരിച്ചടിച്ചു അൽ ഹിലാൽ. എന്നാൽ അവിടം കൊണ്ട് നിർത്തിയില്ല. മാൽക്കമിൻ്റെ ഗോൾ പിറക്കുന്നു 52-ാമത്തെ മിനിറ്റിൽ. അൽ ഹിലാൽ മുന്നിൽ. പക്ഷേ ഏർലിംഗ് ഹാലൻഡിൻ്റെ ഗോളോടുകൂടി 2-2 സമനില. പരിക്ക് പറ്റി പുറത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു മാൽക്കം. പിന്നീട് കായോ സെസാറിനെ കൊണ്ടുവരുന്നു അൽ ഹിലാൽ. അദ്ദേഹവും മികച്ച നീക്കങ്ങൾ നടത്തുന്നു. ആ രൂപത്തിലാണ് കളി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത്. മത്സരം പുരോഗമിക്കവേ 2-2 സമനിലയിൽ 90 മിനിറ്റ് പൂർത്തിയാവുകയായിരുന്നു. 2-2 സമനില. പിന്നീട് നമ്മൾ കാണുന്ന ഏർലിംഗ് ഹാലൻഡ് ചില പ്രശ്നങ്ങൾ കാരണം, അദ്ദേഹത്തിന് ശാരീരിക പ്രശ്നങ്ങളുണ്ടെന്ന് വ്യക്തമായിരുന്നു. അദ്ദേഹം എക്സ്ട്രാ ടൈമിൽ കളിക്കുന്നില്ല. കളി പുനരാരംഭിക്കവേ ഖാലിദു കൂലിബലിയുടെ ഗോളിൽ ലീഡെടുക്കുന്നു അൽ ഹിലാൽ. ഒരു ഹെഡർ ഗോളാണ്. കോർണറിനെ തുടർന്ന് ഹെഡറിലൂടെയാണ് ഖാലിദു കൂലിബലിയുടെ ഗോൾ പിറക്കുന്നത്. അൽ ഹിലാൽ ലീഡ് പിടിക്കുന്നു. എന്നാൽ ഫിൽ ഫോഡൻ്റെ സൂപ്പർബ് ഗോൾ 104-ാമത്തെ മിനിറ്റിൽ. അതിന് ചെറുക്കിക്കാണ് കൈയടിക്കേണ്ടത്. എന്തൊരു ബോളാണ് കൊടുത്തത്. അത് കിടിലനായിട്ട് ഫിനിഷ് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഫോഡൻ പന്ത് വലയിലേക്ക് എത്തിച്ചു. 3-3 സമനിലയിലേക്ക് കളി. അവിടെയും തീർന്നില്ലെന്നേ. മാർക്കസ് ലിയനാർഡോയുടെ ഗോൾ പിറക്കുന്നു 112-ാമത്തെ മിനിറ്റിൽ. മത്സരം 3-4 വിജയിച്ച് കയറി അൽ ഹിലാൽ. ഏതായാലും ഇതാ സിറ്റിയെ മടക്കി വിട്ടുകൊണ്ട് അൽ ഹിലാൽ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. ക്വാർട്ടറിൽ അവരെ കാത്തിരിക്കുന്ന ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ഫ്ലൂമിനൻസ് ആണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.